കർണാടകയിലെ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ച മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി UP മോഡൽ അല്ല കർണാടകയിൽ നടക്കുന്നത്. വീട് നഷ്ടമായവരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അവർക്ക് പുനരധിവാസം നൽകുമെന്ന് കർണാടക സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതികരണം: സാധാരണ UP-യിലും അവിടെയും ഇവിടെയും കാണുന്നത് പോലെയല്ല. എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്തുണ്ട്. മൈനോറിറ്റി മാത്രമൊന്നുമല്ല. പക്ഷേ അവിടെ അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ട പുനരധിവാസം ഞങ്ങൾ കൊടുക്കും. അല്ല, അത് പിന്നെ അതിലെന്തെങ്കിലും ഒരു ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. ആ അപ്രോച്ചാണ് പ്രധാനം. കർണാടകയിലെ ബുൾഡോസർ രാജ് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം. പാർശ്വവത്കരിക്കപ്പെട്ട ജനങ്ങളോടും മുസ്ലിങ്ങളോടും കോൺഗ്രസിന്റെ സമീപനം ഇതാണെന്നും A. റഹീം കുറ്റപ്പെടുത്തി. കർണാടകയിൽ ഇന്നലെ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിൽ കണ്ടത് സമാനതകളില്ലാത്ത ബുൾഡോസർ രാജാണ്. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നത്. ഇത് തകർന്നു കിടന്നതിന് ശേഷം കോൺഗ്രസിന്റെ എങ്ങനെയാണ് കണ്ണിൽ ചോരയില്ലാത്ത കോൺഗ്രസ് ദളിതരോടും മുസ്ലിം മതവിഭാഗങ്ങളോടും ക്രിസ്ത്യൻസിനോടും മതന്യൂനപക്ഷങ്ങളോടും മാർജിനലൈസ്ഡ് സെക്ഷനോടും എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഇപ്പൊ രാജ്യത്തെ എല്ലായിടങ്ങളിലും ഇത്തരം കാര്യങ്ങളോട് ബുൾഡോസർ രാജിനോട് കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്ത് എന്നുള്ളത് കൂടി കാണണം. ഒരാൾക്കെതിരെയും ബുൾഡോസറുകൾ കയറാൻ പാടില്ല. അപ്പോൾ അത് കോൺഗ്രസ് സർക്കാർ നടത്തുന്നു, അതാ പ്രശ്നം. അപ്പോൾ ഇവരും അവരും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മതി. അതിനിടെ ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്നത് തെറ്റായ പ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് AK അഷ്റഫ് MLA-യും രംഗത്തെത്തിയിട്ടുണ്ട്. പുനരധിവാസം ഉറപ്പാക്കിയ ശേഷമാണ് വീടുകൾ പൊളിച്ചു നീക്കിയതെന്നും AK അഷ്റഫ് MLA പറഞ്ഞു. ഇത് സത്യത്തിനും ബാംഗ്ലൂരിലെ കോഗ്ലി ലേഔട്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 70% മുസ്ലിമീങ്ങളും 30% SC ST വിഭാഗക്കാരുള്ള ആ പ്രദേശത്ത് സർക്കാർ ഭൂമിയിൽ നിന്ന് അവരെ മാറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ ഉറപ്പും സർക്കാർ നൽകി നിരന്തരമായി അവർക്ക് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് അവർ മാറാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. ഇത് ബുൾഡോസർ രാജൊന്നുമല്ല. ഇവർക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും കൃത്യമായി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ജമീർ അഹമ്മദ് മിൻഷ് എന്ന് പറയുന്നത് കർണാടകയിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ലീഡറാണ്. അദ്ദേഹം ഉറപ്പ് നൽകിയ കാര്യമാണ്. തീർച്ചയായും അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്ത മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കേണ്ടി വരും. ഇത് 100% അസത്യമാണ്, കള്ളപ്രചരണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.